പത്തനംതിട്ട തിരുവല്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചെറീസ് പവറിന്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. നമസ്കാരം. ആധുനിക കാലഘട്ടത്തിന്റെ ഊർജം ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്കൊരൊറ്റ വാക്കേ ഉള്ളൂ: സോളാർ പവർ, സൗരോർജം. നമുക്കറിയാം അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. അതിന് അന്തരീക്ഷ മലിനീകരണമില്ല, അതേപോലെ തന്നെ അറ്റകുറ്റപ്പണിയില്ല, വലിയ അപകടങ്ങളില്ല. അപ്പൊ അത്തരത്തിൽ നമ്മൾ സോളാർ എനർജി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് പങ്കുവെക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ലൈറ്റ് കേരള ഗൈഡിലേക്ക് സ്വാഗതം. ഞാൻ ഷിയാദ് ചങ്ങനാശ്ശേരി. ഞാനിപ്പോ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല ചെറീസ് പവറിലാണ്. ഒരുപാട് വിശേഷങ്ങൾ ഇവിടെയുണ്ട്. നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കേരളത്തില് കറണ്ട് കട്ടും അതേപോലെ വൈദ്യുതി ബില്ലുകളൊക്കെ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന സമയമാണ്. അപ്പൊ ഇപ്പോ അനുയോജ്യമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൗരോർജമാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, അതൊക്കെ നമുക്ക് ഈ ഷോപ്പിൽ നിന്ന് വളരെ വിശദമായിട്ട് മനസ്സിലാക്കാം. കമാൺ. ചെറീസ് പവറിന്റെ ഡയറക്ടർ ബഹുമാനനായ ചെറിയൻ സാറ് എന്നോടൊപ്പമുണ്ട്. സാറിന് നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സാർ സ്വാഗതം. നമസ്കാരം. എന്തുകൊണ്ടാണ് ഈ സോളാർ എനർജി ഉൽപ്പന്നങ്ങളുടെ ഈ വിപണന രംഗത്തേക്ക് കടന്നു വരാനുള്ള ഒരു കാരണം, ഒരു പ്രചോദനം? അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി ഈ മാർക്കറ്റിൽ എൻജിനീയറിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. അത് 2004 തുടങ്ങിയത്. അപ്പം ഞാൻ ആ സമയത്ത് ഗൾഫിലായിരുന്നു. 20 കൊല്ലത്തെ ഗൾഫ് ജീവിതം കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ എൻ്റെ വൈഫായിരുന്നു അത് റൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ എൻ്റെ വൈഫിനോട് തന്നെ പറഞ്ഞു അത് കണ്ടിന്യൂ ചെയ്തു. എനിക്ക് എന്തുവേലും ഒരു പുതിയ ടെക്നോളജിയിലോട്ട് മാറണം, എനിക്ക് എന്തുവേലും ചെയ്യണമെന്ന് വെച്ചുകൊണ്ട് ഞാൻ അന്ന് ഏറ്റവും ആവശ്യമായിട്ട് തോന്നിയത് സോളാർ ബിസിനസ്സായിരുന്നെന്ന് എനിക്ക് തോന്നി. ഇവിടുത്തെ കേരളത്തിലെ ഈ ഇലക്ട്രിസിറ്റി പ്രോബ്ലം നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ത്യ വൈഡ് ഒന്ന് കറങ്ങി. അതുപോലെ തന്നെ ചൈനയിലും ഞാൻ പോയി. പക്ഷേ എനിക്ക് ചൈനയിൽ സാധനം എടുക്കണമെന്ന് എത്ര വലിയ ആഗ്രഹമില്ലായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ കുറേ നല്ല കമ്പനീസുമായി ടൈപ്പ് ചെയ്തിട്ട് ഞാൻ കേരളത്തിൽ തന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായി റീസെല്ലറും ഇൻസ്റ്റാളറുമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അത് ചെറീസ് പവറിൻ്റെ ബ്രാൻഡിലാണ്. ചെറീസ് പവർ എൻ്റെ ബ്രാൻഡാണത്. അത് പേറ്റൻറ്റഡ്. കമ്പനിയുടെ പേര് ഇൻഫോഗ്രാഫിക്സ്. സാർ, നമുക്കിവിടെ എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഉള്ളത്, അതേക്കുറിച്ച് വിശദീകരിക്കണം. സോളാറിനകത്ത് എല്ലാവർക്കും അറിയാവുന്നത് ഓഫ് ഗ്രിഡ് സിസ്റ്റം അല്ലെങ്കിൽ ഓൺ ഗ്രിഡ് സിസ്റ്റം എന്നേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യകാലങ്ങളിൽ ഓഫ് ഗ്രിഡ് ചെയ്തു. അത് കഴിഞ്ഞ് പതുക്കെ ഓൺ ഗ്രിഡിലോട്ട് മാറി. ഓൺ ഗ്രിഡ് കഴിഞ്ഞിട്ട് ഹൈബ്രിഡിലോട്ട് മാറി. ഹൈബ്രിഡ് കഴിഞ്ഞ് ഇപ്പം മൈക്രോ ഇൻവേർട്ടേഴ്സിലോട്ട് വന്നിരിക്കുക. അപ്പം നമ്മുടെ ടെക്നോളജി ഡെവലപ്പ് ആകും തോറും നമ്മൾ പുതിയ കൺസെപ്റ്റ്സ് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ സോളാർ വാട്ടർ ഹീറ്റേഴ്സ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അതുപോലെ തന്നെ ഇൻറ്റേർണൽ ലൈറ്റ്നിങ് അറസ്റ്റ് കം സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എല്ലാവരും വീടിൻ്റെ മേളിലാണ് എക്സ്റ്റേണൽ ലൈറ്റിംഗ് അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ വീടിൻ്റെ അകത്തുള്ള ഇലക്ട്രോണിക് എക്വിപ്മെൻറ്റിനെ സേഫ് ഗാർഡ് ചെയ്യണമെങ്കിൽ ഇൻറ്റേർണൽ ലൈറ്റിംഗ് അറസ്റ്റ് കം സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് ചെയ്യണം. അത് പലരും ചെയ്യാറില്ല. ഞങ്ങൾ റിപ്രസെൻറ്റ് ചെയ്യുന്നത് ഡെൻ എന്ന് പറഞ്ഞ ഒരു ജർമ്മനിൻ മെയ്ഡ് പ്രൊഡക്റ്റാണ് ഞങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഞങ്ങൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ആണ് ഇവിടെ. ഞങ്ങൾ ഹൈബ്രിഡിൻ്റെ ഇൻസ്റ്റലേഷൻസാണ് ഇപ്പം കൂടുതലും ചെയ്യുന്നത്. അത് കഴിഞ്ഞ 3 കൊല്ലമായിട്ട് കേരളത്തിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. KECB അപ്രൂവ്ഡ്
പ്രോഡക്റ്റാണ് സ്റ്റൂഡർ ഒരു സ്വിസ് പ്രോഡക്റ്റാണ്. അത് KCBയിലോട്ട് നമുക്ക് കറണ്ട് കയറ്റി വിടുകയും ചെയ്യാൻ കറണ്ട് ഉള്ള സമയത്ത്, അതുപോലെ തന്നെ അത് ഓഫ് ഗ്രിഡ് ആയിട്ടും വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ ലൂം സോളാറിൻ്റെ ഡീലേഴ്സാണ്. പിന്നെ അതുപോലെ തന്നെ ലുമിനസിൻ്റെയും ഡീലേഴ്സാണ് ഞങ്ങൾ ഈ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ. പിന്നെ ഞങ്ങൾ വാട്ടർ ഹീറ്റേഴ്സ് 50 ലിറ്റർ തൊട്ട് 500 ലിറ്റർ വരെയുള്ള FPCയും ETCയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പം പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ ഹീറ്റ് പമ്പ്സും ചെയ്യുന്നുണ്ട്. സോളാർ പവർ എന്തായാലും ആളുകൾക്ക് ഇന്ന് അത്യന്താപേക്ഷിതമായ ഒരു അവശ്യ ഘടകമായി മാറിയിരിക്കുകയാണ്. താങ്കളുടെയും സഹപ്രവർത്തകരുടെയും പ്രവർത്തനം കൊണ്ട് ചെറീസ് പവർ ഇനിയും ഉയരങ്ങളിലെത്തുവാൻ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി മാറുവാൻ എല്ലാവിധ ആശംസകളും ഞങ്ങളോട് സഹകരിച്ചതിന് പ്രത്യേകം നന്ദി. താങ്ക് യു. സോളാർ റൂഫ് ടോപ്പിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണിത്. അത് നമ്മൾ 15 കിലോവാട്ടിൻ്റെ സിസ്റ്റമാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് റൂഫ് ഇടണ്ട, അതിന് വേറെ സോളാർ പാനൽ അങ്ങ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അതാണ് ഇവിടെ കാണുന്നത്. ഇത് 15 കിലോവാട്ടിൻ്റെ സിസ്റ്റമാണ്, പാനലാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ ഒരു 3 ഇൻവെർട്ടറും വെച്ചിട്ടുണ്ട്. 3 വേ സിസ്റ്റമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഉണ്ട് ഇതിന് ബിൽഡ് ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നല്ല ഇത് നടന്നാലും ചവിട്ടിയാലും ഇതിന് ഒരു ഇഷ്യൂ വരുന്നില്ല. നല്ല സ്ട്രോങ് ആണ് ഈ മെറ്റീരിയൽസ് ഇതിൽ. അതുകൊണ്ട് നമുക്ക് ഇത് ലീക്ക് പ്രൂഫാണ്. നമുക്ക് വീടിൻ്റെ ടെറസ് നമുക്കത് സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ചെറീസ് പവർ വർക്ക് ചെയ്യുന്ന ഈ ബിൽഡിംഗ് മുഴുവനും സോളാർ എനർജിയിലാണ്. നമ്മളതിൻ്റെ പാനൽ ബോർഡാണ് ഇപ്പോൾ കണ്ടത്. അതിൽ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട ഇതിൻ്റെ ടെക്നീഷ്യൻ വിജയ് ആണ് നമ്മളൊപ്പം ഉള്ളത്. അപ്പോൾ ഈ പാനൽ ബോർഡ് നമ്മൾ കണ്ടു. ഇതിൻ്റെ വർക്കുകൾ എന്തൊക്കെയാണ്? ഇതാണ് നമ്മുടെ സോളാർ ഹൈബ്രിഡ് ഇൻവെർട്ടർ. നമ്മുടെ മുകളിൽ കണ്ട പാനലിൽ നിന്ന് വരുന്ന ഇലക്ട്രിസിറ്റി, അതായത് DC സപ്ലൈ ഈ സോളാർ ചാർജ് കൺട്രോൾ വഴി വന്നിട്ട് അതിനെ AC ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് നമ്മുടെ ലോഡിലോട്ടും ബാറ്ററി ചാർജ് ചെയ്യാനും ഉപയോഗിക്കുന്നു. പകൽ സമയങ്ങളിൽ മൊത്തം ഇത് സോളാർ കൂടി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പകൽ സമയത്ത് ബാക്കി വരുന്ന അധികം എനർജി നമുക്ക് KCBയിലോട്ട് നെറ്റ് മീറ്റർ വെച്ച് എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഇതാണ് 4 കിലോവാട്ടിൻ്റെ ഹൈബ്രിഡ് ഇൻവെർട്ടർ. 3 ഫേസിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. 12 കിലോവാട്ടിൻ്റെ ഇൻവെർട്ടറും, അതായത് 4ൻ്റെ 3 ഇൻവെർട്ടറും 5 കിലോവാട്ടിൻ്റെ 3 MPPT ആണ് വെച്ചിരിക്കുന്നത്. ടോട്ടൽ 15 കിലോവാട്ടിൻ്റെ ഹൈബ്രിഡ് സിസ്റ്റമാണിത്. ചെറീസ് പവറിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കുന്നത് ഓഫീസ് മാനേജർ പ്രിയപ്പെട്ട സിജി മാഡമാണ്. മാഡത്തെയും സ്വാഗതം ചെയ്യുന്നു. എത്ര വർഷമായി ഈ സ്ഥാപനം ആരംഭിച്ചിട്ട്? ഞങ്ങളുടെ സ്ഥാപനം ആരംഭിച്ചിട്ട് 10 വർഷമായിട്ടുണ്ട്. അത് ശരി. എന്തൊക്കെ സേവനങ്ങളാണ് ഇവിടെ നിന്നും ആളുകൾക്ക് ലഭിക്കുന്നത്? നമ്മൾ സോളാർ ഇലക്ട്രിസിറ്റി, സോളാർ വാട്ടർ ഹീറ്റർ, സോളാർ സ്ട്രീറ്റ് ലൈറ്റ് ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും. ശരി. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾക്ക് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല, സോളാറിന്റെ ആവശ്യം. അപ്പൊ അതൊക്കെ അനുസരിച്ചാണ് ആളുകൾ ഇങ്ങോട്ട് വരുന്നത്. കസ്റ്റമർ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ബാക്കപ്പ് കിട്ടുന്നതിനായിട്ടാണ്. ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് KCBയുടെ ബില്ല് കുറയ്ക്കാനായിട്ടാണ്. ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് ബാക്കപ്പ് കിട്ടില്ല. അതിനുവേണ്ടി ഹൈബ്രിഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഹൈബ്രിഡ് ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ബാക്കപ്പ് കിട്ടുകയും ചെയ്യും, KCBയുടെ ബില്ല് കുറയുകയും ചെയ്യും. നെക്സ്റ്റ് മൈക്രോ ഇൻവെർട്ടർ ആണ്. മൈക്രോ ഇൻവെർട്ടർ ഓരോ പാനലിന്റെ അടിയിലും ഓരോ ഇൻവെർട്ടർ ആണ് വെക്കുന്നത്. അത് വെക്കുന്ന അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്കത് 10 years വാറണ്ടി ആണ്, 25 years വരെ എക്സ്പാൻഡബിൾ ആണ്. നമുക്ക് ഓരോ പാനലിന്റെയും പ്രൊഡക്ഷൻ അറിയാൻ പറ്റും. അത് അപ്ഗ്രേഡ് ചെയ്യാൻ ഈസിയാണ്. നെക്സ്റ്റ് ഇയറിലേക്ക് അത് ലിഥിയം അയൺ ബാറ്ററി കണക്ട് ചെയ്തുകൊണ്ട് ഹൈബ്രിഡ് സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യാനും പറ്റും. ഇവിടെ ഒരു സോളാർ ഉൽപ്പന്നങ്ങൾ ഒരു സാധാരണക്കാരൻ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? സോളാർ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എഫിഷ്യൻസി കൂടിയ പാനലാണോ വെക്കുന്നതെന്ന് നോക്കണം. പിന്നെ സോളാർ ഇൻവേർട്ടർ ഏത് കമ്പനിയുടെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് നോക്കണം. പിന്നെ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എർത്തിങ്, അതായത് 4 എർത്തിങ് ഉണ്ട്. AC എർത്തിങ്, DC എർത്തിങ്, സ്ട്രക്ചറൽ എർത്തിങ്, ലൈറ്റ്നിങ് അറസ്റ്റർ എർത്തിങ്. ഇതെല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടോ, അതെല്ലാം സെപ്പറേറ്റ് നമ്മൾ കുഴിച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ കൂടെ AC SPD, DC SPD ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം സാധാരണ ഒരു രീതിയിൽ പല ഇലക്ട്രീഷ്യന്മാരും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പോകും. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് സർവീസ് കിട്ടാതെ വരും. നിങ്ങൾ സർവീസ് കിട്ടുന്ന പ്രോപ്പറായ ഒരു കമ്പനിയാണ് ആഫ്റ്റർ സർവീസിങ് പ്രോപ്പറായ ഒരു കമ്പനിയാണ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മളൊരു ബിൽഡിംഗ് ഇതേപോലെ സോളാർ സിസ്റ്റം ചെയ്യണമെങ്കിൽ അതിന്റെ എമൗണ്ട് എത്രയാണ്? അത് നമ്മൾ കസ്റ്റമറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ്, ഹൈബ്രിഡ്, മൈക്രോ ഇൻവെർട്ടർ, ഇതിലേത് സിസ്റ്റമാണോ കസ്റ്റമർ സെലക്ട് ചെയ്യുന്നത് അവർക്ക് എത്ര കിലോവാട്ട് വേണം അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് റേറ്റ് പറയാൻ പറ്റുള്ളൂ.
ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് ചെയ്യുന്ന ഈ സോളാർ സിസ്റ്റത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെയോ കേരള ഗവൺമെന്റിന്റെയോ ഏതെങ്കിലും രീതിയിലുള്ള സബ്സിഡി നമ്മുടെ കസ്റ്റമേഴ്സിന് ലഭിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും കസ്റ്റമർക്ക് സബ്സിഡി കിട്ടുന്നുണ്ട്. ഞങ്ങൾ MNRE സ്കീമിൽ വെൻഡറാണ്. അവിടെ എല്ലാ ബിൽഡിങ്ങുകൾക്കും സബ്സിഡി ലഭിക്കാറുണ്ടോ? എല്ലാ ബിൽഡിങ്ങുകൾക്ക് സബ്സിഡി ലഭിക്കാറില്ല. റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് മാത്രമേ സബ്സിഡി കിട്ടത്തുള്ളൂ. കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന് സബ്സിഡി കിട്ടില്ല. മാഡം, ചെറീസ് പവർ ആരംഭിച്ചിട്ട് 10 വർഷമായെന്ന് പറഞ്ഞു. ഈ 10 വർഷത്തെ സേവനങ്ങൾ എങ്ങനെ വിലയിരുത്തും? ഞങ്ങളുടെ സേവനം 10 വർഷമായിട്ട് ഞങ്ങളുടെ അഡ്വർടൈസ്മെന്റോ മറ്റു കാര്യങ്ങളോ കൂടുതലില്ലാതെ തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത കസ്റ്റമർ തന്നെ നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ പിടിച്ചു തരുന്നുണ്ട്. ഏകദേശം സോളാർ ഇലക്ട്രിസിറ്റിക്ക് തന്നെ 500-ൽ പരം കസ്റ്റമർ ഉണ്ട്. സോളാർ വാട്ടർ ഹീറ്ററിനും ഒരു 600 കസ്റ്റമറോളം നമുക്കുണ്ട്. അപ്പോൾ എന്തായാലും ഇത്ര നേരം ഞങ്ങളോട് സഹകരിച്ചതിന് പ്രത്യേകം നന്ദി. താങ്ക് യു സാർ.